സ്കൂൾ സമയമാറ്റത്തിൽ സമരത്തിന് തീരുമാനമെടുത്തിട്ടില്ലെന്ന് മുസ്ലിം ലീഗ്. സ്കൂൾ സമയമാറ്റം എത്രമാത്രം നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തെ ബാധിക്കുമെന്ന് പരിശോധിച്ചാണ് മുസ്ലിം ലീഗ് തീരുമാനമെടുക്കുകയെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്ക് അതൊന്ന് കേട്ടുവരാം. ഈ സ്കൂളിലെ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് നേരത്തെ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നേരിട്ട് സംസാരിച്ചിരുന്നു. ആ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി സമസ്ത അധ്യക്ഷന് ഉറപ്പും കൊടുത്തിരുന്നു. പക്ഷേ അതിലൊരു നടപടി ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ സമസ്തയുടെ പോഷക സംഘടനകൾ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധത്തിലേക്ക് കടക്കുന്നുണ്ട്. അതെങ്ങനെയാണ് മുസ്ലിം ലീഗ് നോക്കിക്കാണുന്നത്? മുസ്ലിം ലീഗ് ഒരു പ്രതിഷേധത്തിലാണ് ചേരുന്നത്. അല്ല, മുസ്ലിം ലീഗ് സമസ്തയുടെ വിഷയം സമസ്ത തീരുമാനിക്കും, സമസ്ത കൈകാര്യം ചെയ്യും. അതിലേക്ക് മുസ്ലിം ലീഗ് കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. സമസ്ത വേറൊരു സംഘടനയാണ്, മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഓരോ സംഘടനകളും അവരുടെ അഭിപ്രായത്തിനും അഭിരുചിക്കും അനുസരിച്ചുള്ള സമരങ്ങളും പരിപാടികളൊക്കെ നടത്തും. അതിന് ഞങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല, അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞിരുന്നത് ഇതിൽ വേണ്ടി വന്നാൽ പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്നുള്ളതായിരുന്നു സ്കൂളിലെ സമയമാറ്റവുമായി ബന്ധപ്പെട്ട്. പിന്നീട് എന്താണ് ലീഗ് ഈ ഒരു വിഷയത്തിൽ സംഭവിച്ചത്? അല്ല, അത് എത്രമാത്രം നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തെ മതവിദ്യാഭ്യാസത്തെയൊക്കെ ബാധിക്കുന്നു എന്നതൊക്കെ പരിശോധിച്ചിട്ട് ഒക്കെയാണ് മുസ്ലിം ലീഗ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. ഞങ്ങളതിൽ സമരപരിപാടികൾക്ക് തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഇവിടെയാണ് കാര്യങ്ങൾ പോകുന്നത്, എവിടെ എത്തുക എന്ന് നോക്കട്ടെ. ഈ വിഷയം ചർച്ചയായ ഘട്ടത്തിൽ സമസ്ത പ്രസിഡന്റ് പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹം അത് പരിഹരിക്കുമെന്ന് പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ അതുൾപ്പെടെ ഉണ്ടാകാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് സമസ്ത ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് കൂടി കടക്കുന്നത്. അപ്പോൾ സമസ്തയെയും മുഖ്യമന്ത്രി വഞ്ചിച്ചു എന്ന രീതിയിലുള്ളൊരു വ്യാഖ്യാനം അതിൽ വരുന്നുണ്ട്. അല്ല, ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണല്ലോ, വാഗ്ദാന ലംഘനമാണ് മുഖ്യമന്ത്രിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും മുഖമുദ്ര. അത് എല്ലാ കാലത്തും അവർ കാണിക്കാറുണ്ട്. അദ്ദേഹം വാഗ്ദാന ലംഘനമാണ് കാലാകാലങ്ങളിൽ ഈ 10 കൊല്ലമായി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് വളരെ ബോധ്യമുള്ളതാണ്. ഞങ്ങൾ എല്ലായിടത്തും പറഞ്ഞതാണ്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട്. ഓക്കെ, അതേസമയം സമസ്തയുടെ പോഷക സംഘടന ഇന്നലെ സമരപ്രഖ്യാപനം നടത്തിയിരുന്നു. മുബഷീർ പി അക്ബറും VS രഞ്ജിത്തും നമുക്കൊപ്പം ചേരുന്നുണ്ട്. മുബഷീർ, ഇന്നലെ സമസ്തയുടെ പോഷക സംഘടന നാളെ സമരപ്രഖ്യാപനം നടത്തുമെന്നാണ് അറിയുന്നത്. ആ വിഷയത്തിൽ പക്ഷേ മുസ്ലിം ലീഗ് ചേരുന്നില്ല. ഇതൊരു വൈരുദ്ധ്യമാണ്. എന്തുകൊണ്ടായിരിക്കും മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ സമസ്ത നിലപാട് സ്വീകരിച്ചിട്ടും തുറന്ന അഭിപ്രായം പറയാതിരിക്കുന്നത്? മുബഷീർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ അന്തരീക്ഷം ഇത് ഏത് രീതിയിലാണ് ഡെവലപ്പ് ആകുന്നതെന്നൊക്കെ തന്നെ പരിശോധിച്ചതിന് ശേഷം സമരം തീരുമാനിക്കാമെന്നുള്ളതാണ് മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PMA സലാം അറിയിക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ, ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് നേരത്തെയും സമരമൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക? വിദ്യാഭ്യാസത്തെ എങ്ങനെയാണ് ബാധിക്കുക? ഒരു വർഷത്തെ മതവിദ്യാഭ്യാസത്തെ ഇതെങ്ങനെയാണ് ബാധിക്കുക? അത് വളരെയധികം തെറ്റായ രീതിയിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ, മദ്രസ വിദ്യാഭ്യാസത്തെ ഉൾപ്പെടെ ബാധിക്കുന്നുണ്ടെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കാനായിരുന്നു മുസ്ലിം ലീഗ് തീരുമാനിച്ചിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു സാഹചര്യം മുസ്ലിം ലീഗ് വിലയിരുത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സമര പരിപാടികൾക്ക് തീരുമാനം കൊടുത്തിട്ടില്ലെന്നാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറയുന്നത്. ഇതിലൊരു ഭാഗത്തെ സമസ്തയുടെ പോഷക സംഘടന കൂടിയായിട്ടുള്ള മദ്രസ മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ, വിശേഷ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ്. ഈ ഒരു വിഷയത്തിൽ മുസ്ലിം ലീഗ് പ്രതിഷേധ രംഗത്തുണ്ടാകുമെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ച സമയത്ത് അക്കാര്യത്തിൽ നിലപാട് പറയേണ്ടത് മുസ്ലിം ലീഗാണെന്നുള്ളതായിരുന്നു ആ ഒരു ഘട്ടത്തിൽ സമസ്തയുടെ നേതാക്കൾ പറഞ്ഞിരുന്നത്. പക്ഷേ വളരെ കൃത്യമായിട്ട് മുസ്ലിം ലീഗ് സമര പരിപാടിക്ക് ഒരു വിഷയവുമായി ബന്ധപ്പെട്ടില്ല എന്ന് അറിയിച്ചൊരു ഘട്ടത്തിൽ സമസ്തയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. വിശേഷം ഒരു ഭാഗത്തെ സമസ്തയുടെ അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ടിരുന്നു, ആശങ്ക അറിയിച്ചിരുന്നു. ഈ സ്കൂൾ സമയമാറ്റം മദ്രസ വിദ്യാഭ്യാസത്തെ ബാധിക്കും. കേവലം 7ാം ക്ലാസ് മാത്രം വരെയാണ് മദ്രസ വിദ്യാഭ്യാസമുള്ളത്, തെറ്റിദ്ധാരണയാണ്. 12ാം ക്ലാസ് വരെ സമസ്തയുടെ കീഴിലുള്ള മദ്രസകളിലൊക്കെ തന്നെ പഠനം നൽകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സമയമാറ്റം വരുമ്പോൾ ഈ കുട്ടികൾക്കൊന്നും തന്നെ മദ്രസയിൽ പോകാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടാകും. ആ ആശങ്ക അറിയിച്ചിരുന്നു. അദ്ദേഹം അത് പരിഹരിക്കുമെന്ന് പറയുകയും ചെയ്തിരുന്നു. അത് ജിഫ്രി മുത്തുക്കോയത്തകൾ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞതായിരുന്നു. പക്ഷേ ആ ഒരു ഉറപ്പ് ലംഘിക്കപ്പെട്ടു. അത് മുഖ്യമന്ത്രി മുഖവിലക്കെടുത്തില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം സമസ്ത നേതാക്കൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. അത് കോട്ട് ചെയ്തുകൊണ്ട് PMA സലാം പറയുന്നത്, കാലങ്ങളായി മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വാഗ്ദാന ലംഘനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ വിശ്വസിക്കാതിരുന്നത്. സമരം നടത്തേണ്ട സമയത്ത് മുസ്ലിം ലീഗ് അത് നടത്തിയിട്ടുണ്ട്. വേണ്ടി വന്നാൽ ഈ ഒരു വിഷയത്തിലും അത്തരമൊരു നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് PMA സലാം പറയുന്നത്. ഒരു ഭാഗത്തെ സമസ്തക്കെതിരെ ഒരു പരോക്ഷ വിമർശനം കൂടി കാര്യത്തിൽ PMA സലാം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെയൊക്കെ നമുക്കറിയാം,
മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ബ്രിഡ്ജിലൂടെയായിരുന്നു. സർക്കാരും അധികൃതരുമായൊക്കെ തന്നെ സംസാരിക്കാൻ സമസ്ത പോലെയുള്ള മത സാമുദായിക സംഘടനകൾ തയ്യാറായിരുന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷനായതിനു ശേഷം അദ്ദേഹം നേരിട്ട് അധികാരികളോട് സംസാരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നേരിട്ട് ബന്ധമുണ്ടാക്കുന്നു. ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ സംസാരിച്ച ഒരു വിമർശനം ഉൾപ്പെടെ നടത്തിക്കൊണ്ട് PMA സലാം അദ്ദേഹത്തിനെതിരെ എന്തായാലും ലീഗ് ഈ വിഷയത്തിൽ സമരത്തിലില്ല എന്നുള്ളതാണ്, ഇപ്പോൾ ഈ ഘട്ടത്തിലില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.